നീ എന്താടാ ആള് ഒരുമാതിരി കളിയാക്കാൻ നോക്കുക? എൻ്റെ മോളെ തല്ലിയ നിന്നെ തല്ലാതെ വിട്ടത് നീ ആ പല്ലവിക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അപ്പം പിന്നെ നീ എനിക്കിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുന്നോടാ പൊന്ന മോനെ. നിങ്ങൾ ഇത്രയ്ക്ക് കിടന്ന് തിളക്കാനേ ഞാനിപ്പോഴും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഒന്നും അറിയാതെ തന്നെ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താവും? ആരെയാടാ നീ പേടിപ്പിക്കുന്നേ? എന്നെയോ? ഈ ജനാർദ്ദന വർമ്മനെ പേടിപ്പിച്ച് നിർത്താൻ മാത്രം എന്താടാ നിന്റെ കയ്യിലുള്ളത്? പറയടാ. ഇനി നിങ്ങൾ ഒരിക്കൽ കൂടെ അത് വിളിച്ച നിങ്ങളുടെ കരണടിച്ച് പൊളിക്കും ഞാൻ, കേട്ടോടാ പൊന്ന മോനെ. അത്രയും പറഞ്ഞ ശേഷം അവൻ വീണ്ടും അയാളെ നോക്കി. നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങളോടുള്ള എൻ്റെ ശത്രുത എന്തെന്ന്? എന്നാ കേട്ടോ നിങ്ങളോടുള്ള ശത്രുതയ്ക്കുള്ള എൻ്റെ കാരണം. ജനാർദ്ദവർമ്മയും സുപ്രിയയും അവനെ കേൾക്കാനെന്നവണ്ണം നോക്കി നിൽക്കുമായിരുന്നു. നിങ്ങൾക്ക് ഒരു മാധവിയെ അറിയാമോ? മാധവിയുടെ പേര് കേട്ടതും ജനാർദ്ദനൊന്ന് പരുങ്ങി. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ തന്നെ അയാൾ ചോദിച്ചു, നീ ഇത് ഏത് മാധവിയുടെ കാര്യമാണ് പറയുന്നേ? എനിക്കൊരു മാധവിയെയും അറിയില്ല. അതിന് സഞ്ജയ് അയാളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. എനിക്കറിയാമായിരുന്നു നിങ്ങളിങ്ങനെ പറയുമെന്ന്. കാരണം ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം ചവിട്ടിയരച്ച നിങ്ങൾക്ക് മാധവി എന്ന പേര് കേട്ട് കേൾവി മാത്രമായിരിക്കും. സാരമില്ല, ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. വഴക്കേത് സച്ചിനാഥൻ്റെ ഇളയ മകൾ മാധവി. സുന്ദരിയായിരുന്നു അവർ. ആരെയും ആകർഷിക്കുന്ന അത്രയും സൗന്ദര്യം അവരിലുണ്ടായിരുന്നു. ആ സമയം അവർ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. അപ്പോഴാണ് അവരുടെ നാട്ടിലേക്ക് ഒരു കുടുംബക്കാർ കടന്നു വരുന്നത്. അവർക്ക് 2 മക്കൾ. മൂത്തത് ജനാർദ്ദന വർമ്മ, ഇളയവൾ മഹേശ്വരി വർമ്മ. മഹേശ്വരി മാധവിക്കൊപ്പം തന്നെ അവൾ പഠിച്ച അതേ കോളേജിൽ തന്നെ ചേർന്നു. വേഗം തന്നെ 2 പേരും നല്ല അടുപ്പത്തിലുമാവുന്നു. മഹേശ്വരിക്കൊപ്പം പലതവണ അവരുടെ വീട്ടിൽ പോയ മാധവിയെ കാണുന്ന ജനാർദ്ദനൻ അവഴെന്നും പിന്നീട് അവരുടെ പ്രണയ നാളുകളായിരുന്നു. മാധവിക്ക് ജനാർദ്ദനായി അവളുടെ ജയേട്ടനായി മാറി. മാധവിയും ജനാർദ്ദനും തമ്മിലുള്ള ബന്ധത്തിന് ചുക്കാൻ പിടിച്ചത് അവൻ്റെ സഹോദരി മഹേശ്വരി. കുറച്ച് വർഷം കഴിഞ്ഞതും അവർ തിരികെ അവരുടെ നാട്ടിലേക്ക് മടങ്ങി. അപ്പോഴും പോകുമ്പോൾ മാധവിക്ക് അവളുടെ ജയേട്ടനൊരു വാക്ക് കൊടുത്തു. അവൻ്റേതായ ഒരു നിലനിൽപ്പിലെത്തിയിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന്. അതുമാത്രം മതിയായിരുന്നു ആ പൊട്ടിപ്പെണ്ണിന്. ഈ സമയം ജനാർദ്ദനൻ്റെ അംശം മാധവിയുടെ വയറ്റിൽ മുളയിട്ടു. അവളുടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. കുഞ്ഞിനെ കളയാൻ എല്ലാവരും പറഞ്ഞെങ്കിലും അവൾ തയ്യാറായില്ല. അവളെയും കുഞ്ഞിനെയും തേടി തൻ്റെ ജയേട്ടൻ വരുമെന്ന് തന്നെ വിശ്വസിച്ചു. കുഞ്ഞിനൊരു വയസ്സായിട്ടും അവൻ വന്നില്ല. അവൻ്റെ യാതൊരു വിവരവും ഉണ്ടായില്ല. തറവാട്ടിൽ നിൽക്കാൻ പറ്റാതെ വന്ന് മാധവിക്ക് എല്ലാവരും അവളെ ഓരോന്ന് പറഞ്ഞു ഒറ്റപ്പെടുത്തി. അവസാനം അവൾ തന്നെ അന്വേഷിച്ചിറങ്ങി അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെ. ഒടുവിലത്തെ അലച്ചിൽ അവൾ കണ്ടെത്തി അവളുടെ ജയേട്ടനെ. എന്നാൽ അവനൊപ്പം അവൻ ചേർത്ത് പിടിച്ച മറ്റൊരു പെണ്ണിനെ കണ്ടതും നെഞ്ചു നീറി അവരുടെ. കുഞ്ഞിനെയും കൊണ്ട് അവന് മുന്നിൽ കേണു. ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ചെവി കൊണ്ടില്ല. കൂടെ നിന്നവളെ ചേർത്ത് പിടിച്ച് ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു. അയാളുടെ വിഴുപ്പ് ചുമന്നതിൻ്റെ കൂലിയായി ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഒരു കെട്ടുനോട്ടിട്ടിട്ടു പോയി. അവിടെയും പതറിയില്ല അവർ. കണ്ട ഹോട്ടലിലെ എച്ചിൽ പാത്രം കഴുകിയും പല വീടുകളും വീട്ടുജോലിയും ചെയ്തും ആ കുഞ്ഞിനെ വളർത്തി. ഒരിക്കൽ നടുറോട്ടിലിട്ട് പട്ടിയെ പോലെ തൻ്റെ അമ്മയെ അയാൾ തല്ലിച്ചതയ്ക്കുന്നത് ആ 7 വയസ്സുകാരൻ നോക്കി നിന്നു. പ്രതികരിക്കാനായില്ല അവന്. ആ നാട്ടിൽ നിന്ന് തന്നെ മോനെയും കൊണ്ട് പോന്നവർ വീണ്ടും അതുപോലുള്ള ജോലികൾ ചെയ്തവനെ പഠിപ്പിച്ചു. അവൻ 10th പഠിക്കുമ്പോഴാണ് അമ്മ മരിച്ചു എന്ന വാർത്ത അറിയുന്നത്. ആ സമയം ഹോസ്റ്റലിലായിരുന്നു പഠനം. അമ്മ മരിച്ച ഷോക്കിലായിരുന്നു ആദ്യം. പിന്നെ അമ്മ പണിയെടുത്ത വീട്ടിലുള്ളവർ തന്നെ അവൻ്റെ മുന്നോട്ടുള്ള പഠനം എടുത്ത് പഠിപ്പിച്ചു. ഒരിക്കൽ അറിഞ്ഞു അമ്മ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഒരാൾ വന്ന് അമ്മയെ തല്ലുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന്. പോലീസിൽ പരാതി കൊടുക്കാമെന്ന് അവിടെയുള്ളവർ പറഞ്ഞു. അവർ സമ്മതിച്ചില്ല. കാരണം അവരുടെ കുഞ്ഞിൻ്റെ അച്ഛനായി പോയില്ലേ അയാൾ. അവരെ അയാൾക്ക് വേണ്ടെങ്കിലും അയാളെ അവർ ഒരിക്കലും വെറുത്തില്ല. മകനോട് ഈ കാര്യങ്ങൾ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. അതിന് കാരണം അവൻ്റെ അച്ഛനെ അവൻ വെറുക്കരുതെന്ന് കരുതിയാവും. എന്നാൽ അവൻ തളർന്നില്ല. വാശിയായിരുന്നു എല്ലാത്തിനോടും. ആ വാശി അവനെ കൊണ്ട് പല തെറ്റും ചെയ്യിപ്പിച്ചു. പലരുടെയും കണ്ണുനീർ അവന് ലഹരിയായി. അതിലൂടെ വന്നെത്തുന്ന പണം അതുമാത്രമായിരുന്നു അവനെല്ലാം. ഇന്നവൻ ഒരുപാട് നേടി, അളവിൽ കവിഞ്ഞ സമ്പാദ്യം. പക്ഷേ ഒരു വിഷമമേ ഉള്ളൂ. ഇത്രയും സമ്പത്ത് കയ്യിൽ വന്നപ്പോൾ തൻ്റെ അമ്മയെ മഹാറാണിയെ പോലെ വാഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്.
അത്രയും ഒരു നെടുവീർപ്പോടെ പറഞ്ഞ ശേഷം അവൻ അയാളെ തിരിഞ്ഞു നോക്കി. പിന്നെ പാഞ്ഞു ചെന്ന് അയാളുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കൊന്നു കളഞ്ഞില്ലടാ നീ എൻ്റെ അമ്മയെ. എങ്ങനെ തോന്നി നിങ്ങൾക്ക്? അവകാശം ചോദിച്ചു വന്ന് പാട്ടി ഇറക്കി. പിന്നെ എന്നെയും കൊണ്ട് നിങ്ങൾക്കരികിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല. എങ്കിലും നിങ്ങൾ എൻ്റെ അമ്മയെ തേടി പിടിച്ച് ഉപദ്രവിക്കാൻ നോക്കി. മാപ്പിള്ള ജനാർദ്ദന നിനക്ക്. കൊല്ലും ഞാൻ. എൻ്റെ അമ്മയുടെ ചിത കത്തി അമർന്ന അതേ സ്ഥലത്തിട്ട് എൻ്റെ അമ്മയുടെ കാൽക്കലിട്ട് കൊല്ലും ഞാൻ നിങ്ങളെ. അത്രയും പറഞ്ഞ് വീണ്ടും അയാളിലെ പിടിമുറുക്കിയതും സുപ്രിയ അവനെ പിന്നിൽ നിന്ന് പിടിച്ചു മാറ്റാൻ നോക്കി. എന്നാൽ ഇടത്തെ കരം കൊണ്ട് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞെരിച്ച് പിന്നിലേക്ക് പിടിച്ചു തള്ളി. പിന്നെ അയാളെ കുത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ അഭിമുഖമായി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ പിടികൾ കൊല്ലാൻ അറിയാഞ്ഞിട്ടല്ല. എൻ്റെ അമ്മയുടെ ആ ശവപ്പറമ്പിൽ വെച്ച് അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തു പോയി. അവിടെ വെച്ച് തന്നെ നിങ്ങളെയും കൊല്ലുമെന്ന്. തയ്യാറായിരുന്നോ നിങ്ങൾ? നിങ്ങളുടെ മരണം അതെൻ്റെ കരങ്ങൾ കൊണ്ടാണ്. അതിനിനി അധിക നാളില്ല. അത്രയും പറഞ്ഞ് അയാളെ പിടിച്ച് കാറിൻ്റെ ബോണറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് തള്ളിയിട്ട് മുൻപിലേക്ക് നടന്നു നീങ്ങി അവൻ. കർണൻ എണീക്കുമ്പോൾ പല്ലവി അവിടെ ഉണ്ടായിരുന്നില്ല. അവളെ കാണാതായപ്പോഴേ മനസ്സിലായി അവൾ നേരത്തെ എണീറ്റ് പോയിട്ടുണ്ടെന്ന്. കണ്ണൻ തൻ്റെ അടുത്തായി കിടന്ന മിത്തുമോളെ നോക്കി. അവളെ അവിടെ കാണാത്തത് കൊണ്ട് പല്ലവിക്കൊപ്പം താഴെയായിരിക്കുമെന്ന് കരുതി എഴുന്നേൽക്കാൻ ആഞ്ഞതും കണ്ടു. അവൻ്റെ കാലിൻ്റെ ഭാഗത്തായി കുറച്ച് ബെഡ്ഷീറ്റിൽ പൊങ്ങി നിൽപ്പുണ്ട്. അതിനകത്തുനിന്ന് ചിരിയും സൗണ്ടും അനക്കവുമെല്ലാം കേൾക്കാം. അവൻ മെല്ലെ ആ പുതപ്പിനെ പൊക്കി നോക്കുമ്പോൾ കണ്ടു പുതപ്പിൻ്റെ ഒരറ്റം വായിലാക്കി നുണയുന്ന മിത്തുമോളെ. വായിൽ നിന്നും തുപ്പൽ ആ ഷീറ്റ് മൊത്തമായിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും വായിലാക്കി കടിച്ചു നുണയുകയാണ് ആ കുറുമ്പി പെണ്ണ്. അമ്പടി കള്ളി, നീ ഇവിടെ ഉണ്ടായിരുന്നു. അത്രയും പറഞ്ഞ് അവളെ കയ്യിലെടുത്ത് ബെഡിലേക്ക് കിടത്തി. അവളുടെ വയറ്റിൽ അവൻ്റെ മുഖം കൊണ്ട് ഉരസുമ്പോൾ അവൻ്റെ താടി രോമങ്ങൾ കൊണ്ട് അവൾ കിക്കിളിയെടുത്തു. അവൾ ചിരിച്ചുകൊണ്ട് കണ്ണിന് മുകളിൽ കരങ്ങൾ വെച്ച് കുടുകുടാ ചിരിക്കാൻ തുടങ്ങി. അതിനകത്ത് വീണ്ടും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് നേരത്തെ രണ്ടാളുടെയും കളിച്ചിരി കഴിഞ്ഞതും മിത്തുമോളെ നന്നായി ഒരുക്കി അവളെയും കൊണ്ട് കർണൻ താഴേക്ക് വന്നു. പല്ലവിയും കർണനും മിത്തുമോളും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചത് ആ കാഴ്ച മാറി നിന്ന് കണ്ട ആ വീട്ടിലെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. അർച്ചനയ്ക്ക് വീട്ടിലേക്ക് ക്യാഷ് അയക്കാനുള്ളത് കൊണ്ട് അവൾ സിറ്റിയിൽ ഇറങ്ങി. സൂര്യയോട് നേരെ ഫ്ലാറ്റിലേക്ക് പോകാൻ പറഞ്ഞു. വീട്ടിലേക്കുള്ള ക്യാഷ് അടച്ച് റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ കണ്ടു റോഡ് സൈഡിൽ ജീപ്പ് നിർത്തിയിട്ട് അവിടെ നിൽക്കുന്ന അനിരുദ്ധിനെ. കൂടെ നിൽക്കുന്ന പോലീസ് ഓഫീസറോട് എന്തോ ചിരിച്ചു സംസാരിക്കുകയാണ്. ചിരിക്കുമ്പോൾ വിടരുന്ന അവൻ്റെ നുണക്കുഴി കാണാൻ വല്ലാത്ത ചേല് തോന്നി. അവനിലെ സൗന്ദര്യം ഒന്നിനൊന്ന് കൂട്ടുന്നത് പോലെ. അവൾ അവനെ തന്നെ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ കയ്യിലിരിപ്പ് കണ്ട എടുത്ത് കിണറ്റിലിടാൻ തോന്നും. അത്രയും പറഞ്ഞ് വീണ്ടും ഓരോന്ന് ആലോചിച്ച് അവനെ തന്നെ നോക്കി നിന്നു അർച്ചന. അനിരുദ്ധ കൂടെ നാളോട് സംസാരിച്ച് തിരിഞ്ഞതും കണ്ടു അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അർച്ചനയെ. ഇവള് താരമായി നോക്കി നിൽക്കുക. അത്രയും പറഞ്ഞവൻ തിരിഞ്ഞു നോക്കി. പിന്നിലൊന്നും ആരെയും കാണാത്തതുകൊണ്ട് ഒരു കള്ളച്ചിരിയോട് മീശ പിരിച്ച് അവളെ നോക്കി. അപ്പം മോള് എന്നെയാണല്ലേ നോക്കുന്നേ? ശരിയാക്കി തരാം. അത്രയും പറഞ്ഞവൻ അവൾക്കടുത്തേക്ക് നടക്കുമ്പോഴും ഏതോ മായാലോകത്തെന്ന പോലെ അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അനിരുദ്ധ അവൾക്കടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് അവളുടെ മുഖത്തിന് കുറുകെ കരങ്ങൾ വീശി കാണിച്ചു. എന്നാൽ അവൾ അപ്പോഴും അവൻ നിന്നെടുത്ത് തന്നെ നോക്കി നിൽക്കുവാണ്. ഡി അവൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ട് പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. യെസ് സർ, പറയൂ സർ, ഞാൻ എന്താ ചെയ്യേണ്ടേ? നിൻ്റെ അമ്മൂമ്മയുടെ കെട്ടിക്കാൻ. എന്താ? ചെവി കേട്ടൂടെ നിനക്ക് നിൻ്റെ അമ്മൂമ്മയെ കെട്ടിക്കാൻ? അവളൊന്നും മിണ്ടാതെ പമ്മി നിന്നു. രാവിലെ തന്നെ ആരെ വായി നോക്കി നിന്നതാ നീ? ഞാൻ ആരെയും വായി നോക്കിയില്ല. പിന്നെ ഞാൻ അടുത്ത് വന്ന് നിന്നിട്ട് മോൾ അറിഞ്ഞില്ലല്ലോ. അത് പിന്നെ ഞാൻ എന്തോ ഓർത്തു നിന്നതാ. എന്തോർത്തു നിന്നെന്ന്? അതെ, പെൺപിള്ളേരായാൽ പലതും ഓർത്തു നിൽക്കും. അതൊന്നും ഇങ്ങനെ കാണുന്നവരോടെല്ലാം പറയാൻ പറ്റില്ലല്ലോ. ഓ ആയിക്കോട്ടെ, തൽക്കാലം മോൾ അധികം ഇവിടെ നിന്ന് ആലോചിക്കേണ്ട. ഈ സ്ഥലം അത്ര നല്ലതല്ല. അതുകൊണ്ട് വേഗം വീട്ടിൽ പോകാൻ നോക്ക്. അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് അവൾ പോകുമ്പോൾ പിന്നിൽ നിന്നും അനിരുദ്ധ വിളിച്ചു പറഞ്ഞു. ഞാൻ കൊണ്ടാക്കണോ ഇനി? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. എനിക്ക് കുഴപ്പമില്ലടോ. പോലീസ് പോയി കള്ളനെ പിടിക്കാതെയും. അത്രയും പറഞ്ഞു പോകുമ്പോൾ അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി അവൻ്റെ ചുണ്ടുകളിലും തങ്ങി നിന്നു. രേവതി കർണനോട് വൈകുന്നേരം അവർക്കൊപ്പം അമ്പലത്തിലേക്ക് പോകാൻ വിളിച്ചു. എന്നാൽ അവൻ കൂട്ടാക്കിയില്ല. പല്ലവിയും പേടിച്ച് അവനോട് ചോദിച്ചു. അപ്പോഴും അതേ മറുപടിയായിരുന്നു. പിന്നെ അവളായി ചോദിക്കാൻ പോയില്ല. പല്ലവി ഒരു ബ്ലൂ സാരിയാണ് ഉടുത്തത്. അതും അന്ന് ഷോപ്പിംഗ് പോയപ്പോഴത്തെ കൂട്ടത്തിലുള്ളത്.
ബ്ലൂ സാരി അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ആ സാരിയിൽ കുറച്ചുകൂടെ സുന്ദരിയായി തോന്നി പല്ലവി. മിത്തുമോൾക്കും അവളുടെ സാരിയുടെ നിറത്തിലുള്ള അതേ ഡ്രസ്സാണ് ഇട്ടുകൊടുത്തത്. മിത്തുമോളും ആ ഡ്രസ്സിൽ കുറെ കൂടെ സുന്ദരിമണിയായി. ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു കർണൻ. എല്ലാവരും ഒരുങ്ങി ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു, പല്ലവിയെയും മിത്തുമോളെയും കാത്ത്. മിത്തുമോളെയും കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പല്ലവിയിലേക്ക് ഒരു നിമിഷം കർണൻ്റെ കണ്ണുകൾ ഉടക്കി. അവൻ അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. പോകാമേ? പോവാം മോളെ, ഇന്നൊരു സുന്ദരി ആയിട്ടുണ്ടല്ലോ അമ്മയും മോളും. അത്രയും പറഞ്ഞ രേവതി പല്ലവിയിൽ നിന്നും മിത്തുമോളി അവരുടെ കയ്യിലേക്ക് വാങ്ങി മുൻപേ നടന്നു. അപ്പോഴും കർണൻ്റെ കണ്ണുകൾ പല്ലവിയിൽ തന്നെ കുടുങ്ങിക്കിടന്നു. പല്ലവി നോക്കുമ്പോൾ കണ്ടു തന്നെ നോക്കിയിരിക്കുന്ന കർണനെ. അവൾ നോക്കുന്നത് കണ്ടതും അവൻ നോട്ടം മാറ്റി. കണ്ണുകൾ കൊണ്ട് പോയിട്ട് വരാമെന്ന് അവൾ അവനോട് യാത്ര പറഞ്ഞു. അമ്പലത്തിൽ എല്ലാവരും ഒത്ത് തൊഴുതു നിൽക്കുമ്പോഴാണ് ചുറ്റമ്പലത്തിലൂടെ അകത്തേക്ക് നടന്നു വരുന്ന കർണനെ പല്ലവി കണ്ടത്. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ സാരിയുടെ അതേ നിറത്തിലുള്ള ഷർട്ടും വെള്ളക്കസവ് മുണ്ടുമാണ് അവൻ്റെ വേഷം. അതിലവൻ ഒരുപാട് സുന്ദരനായിരുന്നു. അവനെ നോക്കി നിൽക്കും തോറും അവനിലേക്ക് ആഴ്ന്നിറങ്ങും പോലെ തോന്നി പല്ലവിക്ക്. അവളുടെ കാലുകൾ അവൻ്റെ അടുക്കലേക്ക് പോകാനായി ചലിച്ചു. കർണനൊപ്പം വീണ്ടും ആ ചുറ്റമ്പലം ദർശിക്കുമ്പോൾ മറ്റൊരു അനുഭൂതി അവളിൽ നിറഞ്ഞു നിന്നു. അവൻ ഭഗവാനെ നോക്കി ഓരോ നിമിഷം തൊഴുമ്പോഴും അവളുടെ മനസ്സിലും കണ്ണിലും നിറഞ്ഞു നിന്നത് അവൻ്റെ രൂപം മാത്രമായിരുന്നു. അവനിൽ നിന്നും നോട്ടം പിൻവലിക്കാൻ പറ്റാത്ത വിധം അവളുടെ കണ്ണുകൾ അവനിൽ തറച്ചു നിന്നു. ഇടയ്ക്കെപ്പോഴോ കാൽ വഴുതി വീഴാൻ പോയവളെ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവനിലേക്ക് ചേർത്തു നിർത്തി. അപ്പോഴും അവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച ശേഷം അവനിൽ നിന്നും അടർത്തി മാറ്റി. പിന്നെ മെല്ലെ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ശ്രദ്ധിച്ചു നടക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു നീങ്ങി. അവളുടെ കണ്ണുകൾ വീണ്ടും തിളങ്ങി അവനു വേണ്ടി, അവനിൽ നിന്നും മുതിരുന്ന അവൾക്കായുള്ള പ്രണയത്തിനു വേണ്ടി. സുപ്രിയയ്ക്കും വീട്ടിലേക്ക് വന്ന ജനാർദ്ദനൻ ആരോടുമൊന്നും മിണ്ടാതെ ദേഷ്യത്തിൽ മുകളിലേക്ക് പോയി വാതിൽ ദേഷ്യത്തിൽ അടച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും തൻ്റെ ഡാഡിയെ കാണാത്തത് കൊണ്ട് അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ കണ്ടത് നിലത്തായി ചിതറിക്കിടക്കുന്ന ഫയൽസ്, പൊട്ടിച്ചിതറിക്കിടക്കുന്ന മദ്യക്കുപ്പിയുമായിരുന്നു. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറിയെങ്കിലും അവൾക്കത് ശീലമുള്ളത് കൊണ്ടെന്ന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ബെഡിൻ്റെ മറു സൈഡിലെ ജനലിക്കരികിൽ നിൽക്കുന്ന അവളുടെ ഡാഡിയുടെ പിന്നിലായി ചെന്ന് നിന്നു. ഡാഡി. അയാളൊന്നും മിണ്ടാതെ ആ നിൽപ്പ് നിന്നു. ഡാഡി ഇപ്പോഴും അത് തന്നെ ഓർത്തിരിക്കുവാണോ? എൻ്റെ മുന്നിൽ വെച്ച് അയാൾ അങ്ങനെ പറഞ്ഞതാണോ ഡാഡിയുടെ വിഷമം? പറ ഡാഡ്, ആണോ? അയാൾ തിരിഞ്ഞ് സുപ്രിയയെ നോക്കി. നിന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയാതിരുന്നതിൽ വിഷമമുണ്ടോ? അതിനവളൊന്ന് ചിരിച്ചു. ഞാനെന്തിനാ വിഷമിക്കുന്നേ? കാരണം എനിക്കെൻ്റെ ഡാഡിയെ അറിയില്ലേ. തെറ്റവരുടെ അമ്മയാ ചെയ്തേ. എൻ്റെ ഡാഡിയുടെ പണം കണ്ടാവും സ്നേഹിച്ചേ. അല്ലാതെ ഇതുപോലുള്ള ലോ ക്ലാസ് സ്ത്രീകൾ ഡാഡിയെ പോലുള്ളവർക്ക് മുന്നേ വീഴില്ല. പണം, അതാണ് അവരുടെ മോഹം. അത് കേട്ടതും ജനാർദ്ദന ആശ്വാസമായി. തൻ്റെ മോള് തന്നെ തെറ്റിദ്ധരിച്ചില്ലല്ലോ എന്നിട്ട് അയാളിൽ ചിരി വിരിഞ്ഞു. നീ പറഞ്ഞ് ശരിയാ മോളെ, പണത്തിന് വേണ്ടിയിട്ടാ അവൾ കൂടെ കൂടിയേ. അത് മനസ്സിലായിക്കൊണ്ട് ഒഴിവാക്കിയത് തന്നെ. എന്നാൽ അവളുടെ മകൻ്റെ രൂപത്തിൽ വന്നു നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അന്ന് തന്നെ അവരെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കുമായിരുന്നു. അവൻ്റെ അമ്മയെ കൊന്നത് ഞാൻ തന്നെയാ. പക്ഷെ അത് ഏറെ വൈകിയെന്ന് മാത്രം ഇപ്പം തോന്നുന്നു. കുറച്ചുകൂടെ മുൻപായിരുന്നുവെങ്കിൽ അവൻ ഇന്നിതുപോലെ എൻ്റെ മുൻപിൽ വന്നു നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഇനിയും വൈകിട്ടില്ല, കൊല്ലണം അവനെ. അവൻ്റെ ലക്ഷ്യം നമ്മൾ ആൻറ്റിയുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുന്ന സ്വത്തുക്കളാണെങ്കിലോ ആണെങ്കിൽ എത്രയും വേഗം കൊല്ലണം ഡാഡ് അവനെ. നമുക്ക് അവകാശപ്പെട്ടതിനൊന്നും മറ്റൊരവകാശി വേണ്ട. പക്ഷേ അവനെ അത്ര നിസ്സാരമായി കാണണ്ട. അവനെപ്പോൾ എവിടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല. കാരണം അവൻ എൻ്റെ പതനമാണ് കാണേണ്ടത്. അതിനുവേണ്ടി എന്തും ചെയ്യും. അതിന് കാരണം അവൻ്റെ ഞരമ്പിൽ ഓടുന്നതും നിൻ്റെ ഈ ഡാഡിയുടെ ബ്ലഡ് തന്നെയാ. വാശിയിലപ്പോൾ ഒട്ടും പിന്നിലാവില്ല. ഡാഡിക്കെന്താ മകനോട് വല്ല സോഫ്റ്റ് കോർണറും തോന്നുന്നുണ്ടോ? നോ. ഈ ജന്മം ഞാൻ അംഗീകരിച്ച എൻ്റെ സ്വന്തം എന്ന് പറയുന്ന ഒരേ ഒരു മകൾ നീയാണ്. നീ മാത്രം മതി ഡാഡിക്ക്. ഇനി അവൻ വെറും ബലിയാട്. ഞാൻ ബലിയർപ്പിക്കുന്ന വെറും ബലിയാട്. അത്രയും പറഞ്ഞ് അയാൾ അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ അയാൾക്കൊപ്പം അവളും പങ്കുചേർന്നു. പലരുടെയും നാശം വിതച്ചും പലതും വെട്ടിപ്പിടിക്കാനുള്ള ആവേശത്തോടെ.